ഹരിയാനയിൽ ഇന്ത്യ മുന്നണി സീറ്റ് ചർച്ചകൾ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ കോൺഗ്രസ് സഖ്യം മത്സരിക്കും. തൗഫീഖ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, എന്തായാലും ഹരിയാനയിൽ വളരെ വിജയകരമായ രീതിയിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ചർച്ചകൾ, അത് കോൺഗ്രസും എ പിയുമായുള്ള ചർച്ചകൾ വിജയകരമായിരിക്കുന്നു. എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ള ധാരണയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? അജിൽസി, ഹരിയാനയിലെ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ചർച്ചകൾ വിജയം കാണുന്നുവെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കുമെന്ന് ഇപ്പോൾ ആം ആദ്മി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഹരിയാനയിലെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായി മാറിക്കൊണ്ട് ഹരിയാനയിൽ കോൺഗ്രസുമായി തന്നെ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുകയാണ്. ഇനി എത്ര സീറ്റുകളിൽ, എവിടെയെല്ലാം, ഏതെല്ലാം ഇടങ്ങളിൽ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇതുമായി നടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വളരെ വേഗം മുന്നോട്ട് പോകുമെന്നാണ് ആം ആദ്മി നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം 90 നിയമസഭാ സീറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും കൂടി ആം ആദ്മി പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെ വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്ത ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ചർച്ചകൾ കൂടി പുരോഗമിക്കുകയാണ്. പഞ്ചാബിൽ എന്തായാലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഭഗവത് മാൻ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഡൽഹിയിലെ കാര്യത്തിലാണ് ഒരു തീരുമാനമാകേണ്ടത്. പഞ്ചാബിലെയും ഡൽഹിയിലെയും ഹരിയാനയിലെയും ഒരു സീറ്റ് ചർച്ചകളായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിസന്ധി, പ്രത്യേകിച്ച് ആം ആദ്മിയുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിന്നിരുന്നത്. അതിലിപ്പോൾ ഹരിയാനയുടെ പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കുകയാണ്. ഇനി ഡൽഹിയിലെ ആ സീറ്റ് ചർച്ചകളാണ് ഇനി കൂടുതൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി സർക്കാരാണ് അധികാരത്തിലുള്ളത്. അതുകൊണ്ട് ആം ആദ്മിയുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അവർ ആ ഒരു ആവശ്യത്തോട് കോൺഗ്രസ് ഏത് രീതിയിലുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഡൽഹിയിലെ സീറ്റ് ചർച്ചകൾ മുന്നോട്ട് പോവുക. ഡൽഹിയിലെ സീറ്റ് ചർച്ചകൾ ഉടൻ തന്നെ അവസാനിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഡൽഹിയിലും കൂടി ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിലായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ശരി തൗഫീഖ്, എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നത്തിലായിരിക്കുന്ന സമയത്ത് കൂടിയാണ് ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് എ സീറ്റ് വിഭജന ചർച്ചകൾ വിജയകരമായിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. എന്തായാലും ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ കോൺഗ്രസും എ പിയും തമ്മിലുള്ള സീറ്റ് ചർച്ചകൾ നടന്നു വരികയായിരുന്നു. അതിൽ പഞ്ചാബിൽ എ തനിച്ച് മത്സരിക്കാനുള്ള ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നതെങ്കിൽ ഡൽഹിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകുന്നു.